കോതമംഗലം മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വർദ്ധിച്ചു വരുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനം തെരുവിലേക്കിറങ്ങി. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം ജീവനും സ്വത്തിനും ഭീഷണിയായിരിക്കുകയാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. മുള്ളരിങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ ധർണ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായ വന്യമൃഗശല്യം മൂലം പൊറുതിമുട്ടിയതിനെ തുടർന്നാണ് നാട്ടുകാർ തലക്കോട് അള്ളുങ്കൽ പാച്ചോറ്റി ആക്ഷൻ കൗൺസിലിന്റെയും മുള്ളരിങ്ങാട് ASKയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തലക്കോട് മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ആനകൾ പലപ്പോഴും വീട്ടുമുറ്റത്ത് വരെ വരാറുണ്ടെന്നും കുട്ടികളെ സ്കൂളിൽ അയക്കാൻ ഭയമാണെന്നും വീട്ടമ്മമാർ പറയുന്നു. ഞങ്ങളിവിടെ ഒരു 3-4 മാസമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞു പിള്ളേരൊക്കെ സ്കൂളിൽ പോകണവർക്ക് ഞങ്ങൾ ഓരോ ജോലികൾക്ക് പിള്ളേർ ചേട്ടന്മാരൊക്കെ ജോലിക്ക് വരുമ്പോൾ ഞങ്ങൾ പിള്ളേർ തന്നെ സ്കൂളിൽ കൊണ്ടുപോകണതൊക്കെ. ഈ ആനശല്യം കാര്യങ്ങളും ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്തെ മുറ്റത്ത് ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ മുറ്റത്ത് കയറിക്കൊണ്ടിരുന്നു. വാഴയൊക്കെ നശിപ്പിച്ചു. കവളങ്ങാട് വണ്ണപ്പുറം പഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് കൂടുതലായും കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്നത്. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ യാസർ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ ധർണാ സമരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാതെ കാഴ്ചക്കാരായി നോക്കി നിൽക്കുമ്പോൾ നമ്മൾ സഹനത്തിന്റെ പാതയിലൂടെ നിയമം അനുശാസിക്കുന്ന ഒരു സമരത്തിലൂടെ ഇന്ന് ഈ പ്രതിഷേധം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. യോഗത്തിൽ കൺവീനർ PT ബെന്നി സ്വാഗതം ആശംസിച്ചു. 5-8 മാസമായിട്ട് ഞങ്ങൾ ദിവസേന ആനകൾ വന്ന് ഞങ്ങളുടെ വിളവുകളും ഞങ്ങളുടെ വീടുകളും ഒക്കെ നശിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നു. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റം വരെ ആന വന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആന അവിടെ കിടന്ന് പോകുന്ന ഒച്ച ഞങ്ങൾ കേട്ടു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.